പർഗോളയിലിരുന്ന് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആക്കിയ പ്ലേസ് ആണ്, എല്ലാവർക്കും അറിയാലോ. ഇത് ക്ലീൻ ചെയ്യാൻ ഇതുവരെ എനിക്ക് മനസ്സ് തോന്നിയില്ല. ബിക്കോസ് ഐ തോട്ട് ഓക്കെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 1 day ആയതേ അല്ലേ ഉള്ളൂ, ഇനി ഒരു 1 ഡേയും കൈയേറ്റ. അപ്പോൾ എനിക്ക് ബർത്ത്ഡേക്കത്തെ ഡ്രസ്സ് സാൻഡിൽസ് ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇതൊരു ഗിഫ്റ്റ് ആവുമെന്ന് പറയാൻ പറ്റൂല, ഗിഫ്റ്റ് കാണിക്കുന്ന വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്, ബിക്കോസ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. എനിക്ക് എന്ത് എടുത്തറിയാണെങ്കിലും ലൈക്ക് ഗിഫ്റ്റ് ആവട്ടെ, ഡ്രസ്സസ് വോട്ടെവർ, അത് എനിക്കായാലും സോറിനായാലും ബേബി തന്നെ എടുത്തരണം, നോബഡി എൽസ്. ലാസ്റ്റ് ഇയർ പറയുവാണെങ്കിൽ എൻ്റെ ബർത്ത്ഡേ എൻ്റെ വീട്ടിലായിരുന്നു, അവിടെ മാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ കുറേ ഗിഫ്റ്റ്സ് ഒക്കെ എനിക്ക് കിട്ടിയായിരുന്നു, ലൈക്ക് റിങ്സ് ആൻഡ് ഓൾ. ഐ തിങ്ക് അത് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും തോന്നുന്നു ലാസ്റ്റ് ഇയർ വ്ലോഗിൽ. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ആരെയും അങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ തന്നെ. അപ്പോൾ എനിക്ക് ബേബി കുറേ ഡ്രസ്സസ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഡേ വ്ലോഗിൽ എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഓൺലി 1 ഡ്രസ്സ്. അത് ബേബിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനിട്ട പിങ്ക് ഡ്രസ്സ്. പിന്നെ അതല്ലാതെ കുറച്ച് ഡ്രസ്സ് നെക്സ്റ്റ് ഡേ ബേബി മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെയൊന്ന് നിങ്ങളെ കാണിക്കാം. ആൻഡ് അജിത്താണ്ടി എനിക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്, അതും കാണിക്കാം ഞാൻ. സോനും പിള്ളേർ മക്കൾ താഴെയാണ്, അവർ ടി വിയിലൊക്കെ മൂവി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. ആൻഡ് ബേബി അറിയാലോ, ബാംഗ്ലൂർ ട്രിപ്പ് ഹീസ് എൻജോയിങ് വിത്ത് ഫ്രണ്ട്സ്. എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, ഡെയറൊക്കെ ചെയ്തെന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ, ഞാനത് കണ്ടിട്ടില്ല. സോ ഓക്കെ, അതൊക്കെ കാണും നിങ്ങൾ പോയിട്ട് ബേബിൻ്റെ ചാനലിൽ. ദേ ആർ എൻജോയിങ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കോളാക്കി ഒക്കെ ചോദിക്കാറുണ്ട് എല്ലാം ഇവിടുത്തെ അപ്ഡേറ്റ്സ് ഒക്കെ. സോ വെൽ മൂവ് ടു ദ വീഡിയോ. ആദ്യം ലെറ്റ് മീ ഷോ മൈ ഷർട്ട്. ക്യൂട്ടായിട്ടുള്ള പിങ്ക് ഷർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഐ ലവ് സ്ട്രൈപ്സ്, എനിക്ക് സ്ട്രൈപ്സ് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്പ് ഷർട്ടും എൻ്റെ അടുത്തുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വേറെ ബ്ലോഗ്സിലൊക്കെ, അത് ഞാൻ കുറേ യൂസ് ചെയ്യും. ഐ ലവ് സ്ട്രൈപ്സ്. പിങ്ക് ഇനി വരുന്ന ബ്ലോഗ്സിൽ കാണാൻ പറ്റും. ഇറ്റ്സ് നൈസ്, വർത്താണ്, പ്രൈസസ് ഒക്കെ വർത്താണ്. ഫുൾ സ്ലീവ്. പിന്നെ ഇവിടെ പർഗോളയിൽ വെച്ച് ആദ്യമായിട്ടാണ് തോന്നുന്നത് അല്ലെ വ്ലോഗ് ചെയ്യണേ. ഐ തിങ്ക് യു ക്യാൻ ഹിയർ ദറ്റ് സൗണ്ട്. അത് മലയാളത്തിൽ എന്താ പറയണേ എനിക്കറിയില്ല, ചെറിയ സൗണ്ട് ഉണ്ടല്ലേ. ഇവിടെയൊക്കെ കുറേ ഇങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ സൗണ്ട്സ് ഒക്കെ. ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ് ദാറ്റ്. നൈറ്റാണ് ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇതൊരു ഷർട്ട്. ആൻഡ് നെക്സ്റ്റ് something like a track, we can say. Trouser tracks ആണിത്. അതിൻ്റെ ഒപ്പം ഒരു I just love this. നല്ല സെറ്റാണ്, ലൈക്ക് ഈ ഒരു ടീയും ദിസ് ബ്ലാക്ക് പാൻറ്. ലുക്സ് സോ ഗുഡ്, സ്പോർട്ടി വെയർ ടൈപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡ്രസ്. യാ, ഫേവറേറ്റ് കളർ ബ്ലാക്ക്. അപ്പോൾ എനിക്ക് ആ പാൻറ്റിൻ്റെ കൂടെ തന്നെ ലൈക്ക് ആ ഒരു ട്രാക്കിൻ്റെ കൂടെ തന്നെ വേറെ ഒരു ടീഷർട്ട്സും മേബി എടുത്തിട്ടുണ്ട്. ഐ ക്യാൻ യൂസ് ദിസ് ഓൾസോ. ഐ നോ ഇറ്റ്സ് ക്യൂട്ട്. ബ്ലാക്കിനൊപ്പം യൂസ് ചെയ്യാം. ഇവൻ ഐ ക്യാൻ യൂസ് വിത്ത് ജീൻസ്, എല്ലാത്തിൻ്റെ ഒപ്പം ഇത് യൂസ് ചെയ്യാം. ആൻഡ് ഇത് ഇച്ചിരി ഷോർട്ട് ആയതുകൊണ്ട് ഇവൻ ഐ ക്യാൻ യൂസ് വിത്ത് സ്കേർട്ട്സ് ഓൾസോ, നല്ല ഭംഗിയുണ്ടാവും. യാ, ഇത് എൻ്റെ ഒരു ഇല്ലാത്ത കളറാണ് ടീ. ഐ ഡോണ്ട് ഹാവ് ദിസ് കളർ, ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് I have white in that. Pretty അല്ലേ ഈ പ്രാവശ്യം മേടിച്ചതൊക്കെ, ക്യൂട്ടാണ്. എനിക്ക് ഇങ്ങനത്തെ ക്യൂട്ട് ഡ്രസ്സസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എത്നിക്സിനേക്കാൾ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സ്പോർട്ടി വെയർ ടൈപ്പ്. ലൈക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ
നല്ല രസമാണ്. സോ ടോട്ടലി വി ബോട്ട് ബ്ലാക്ക് ആൻഡ് ഈ കളർ എക്സാക്ട്ലി എന്താണെന്ന് എനിക്കറിയില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സോ ഇതെല്ലാം എൻ്റെ ഒരു ട്രാക്കിൻ്റെ ഒപ്പം പോവും. നൈസ്, നന്നായിട്ട് മാച്ച് ആവും. So next what do I have is jean. I have this jean. It's really good. നല്ല ഷേപ്പാണ് ഈ ജീനിന്റെ. എനിക്ക് ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ലെങ്ത് ഒക്കെ ഉണ്ട്. I just can fold it. വേണമെങ്കിൽ കട്ട് ചെയ്യാം ആങ്കിൾ വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ എനിക്ക് ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കറക്റ്റാണ്. എന്റെ ബർത്ത്ഡേ കിറ്റ് ആ ടോപ്പ് കാണിക്കണമെന്നില്ലല്ലോ. ലൈക്ക് നിങ്ങൾ ഓൾറെഡി ബേബിന്റെ വ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും. കണ്ടില്ലെങ്കിൽ പോയി കാണുക. ഞാൻ 2 ഷ്രഗ് മേടിച്ചിട്ടുണ്ട്. ലൈക്ക് നമുക്കിപ്പോൾ ഹാഫ് സ്ലീവ് യൂസ് ചെയ്യാനാണെങ്കിൽ അതിന് മുകളിലൊക്കെ ഇടാം. എനിക്ക് ഷ്രഗ് ഇല്ലായിരുന്നു. ഞാനിങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു. ആൻഡ് ഐ ഗോട്ട് നൈസ് ഷ്രഗ്. നല്ല ഷ്രഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. Black. ഇത് എനിക്ക് എല്ലാം ലൈക്ക് ഇനി ഷോർട്ട് സ്ലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഷ്രഗ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആക്ച്വലി ഇത് കണ്ടിട്ട് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ബേബി ഓർമ്മിപ്പിച്ച് ഷ്രഗ് വല്ലോ വേണോ. ഞാനിത് കണ്ടില്ല. ഞാൻ വേറെ എന്തോ നോക്കിക്കൊണ്ടുണ്ടായിരുന്നു അവിടെ. യാ, അതിൽ തന്നെ സെയിം ഞാൻ വൈറ്റ് ഷ്രഗ് എടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഗോസ് വിത്ത് എവറിത്തിങ്. ഏത് കളറിന്റെ ഒപ്പം ചേരും. ഇതിന്റെ കളേഴ്സേ ഉണ്ടായിരുന്നു വേറെ ഷ്രഗ്സ് ഒക്കെ. ലൈക്ക് പിങ്ക് ആൻഡ് ഗ്രീൻ സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനത്തെ കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് മേടിച്ചില്ല. ഐ തോട്ട് ഓഫ് ടേക്കിംഗ് ബ്ലാക്ക് മാത്രം എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ബേബി പറഞ്ഞു വൈറ്റും ആവശ്യം വരും, വൈറ്റും എടുത്ത് പിടിച്ചോ. സോ യാ, ഇതൊക്കെയാണ് എന്റെ ഡ്രസ്സസ്. ആക്ച്വലി ഇത് 2 ടീഷർട്ട് ബേബിനാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ബേബിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിന്റെ സൈസ് ചെറുതായിരുന്നു ബേബിക്ക്. ഐ തിങ്ക് വന്നിട്ട് ബേബി എക്സ്ചേഞ്ച് ചെയ്യുമായിരിക്കും. വേണമെങ്കിൽ കാണിക്കാം ഞാൻ. അഗെയിൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് ടീ. ബേബി ഈ വ്ലോഗ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് വേണം ഈ ടീഷർട്ട് എനിക്ക് തന്നോ, ഞാൻ ഇടാം. എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ശരി, ഇന്നലെ എനിക്ക് ഓർത്തില്ല. ബേബി ഇത് ഇന്നലെ ട്രൈ ആക്കിയപ്പോൾ ഇവ സെയിം ഫിറ്റായി പോയി. എനിക്ക് ചേഞ്ച് ചെയ്യണം, ഇത് ഞാൻ വന്നിട്ട് ചെയ്യാം, ഇന്ന് ടൈം ഇല്ല. അപ്പൊ ഞാൻ ഓക്കെ ബേബി എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ എനിക്ക് ഫ്ലാഷ് ആവുന്നുണ്ട്. എന്തിനാ ചേഞ്ച് ചെയ്തത്, ഞാൻ ഇട്ടാ പോരെ അല്ലേ. ആൻഡ് പ്ലെയിൻ വൈറ്റ്. അപ്പൊ ബേബി കാണുന്നുണ്ടല്ലോ, എക്സ്ചേഞ്ച് ഒന്നും ചെയ്യണ്ട, നമുക്ക് ഞാനിടാം. ഓക്കെ, എല്ലാത്തിന്റെ താങ്ക്സ്. ആൻഡ് നെക്സ്റ്റ് ഡ്രസ്സൊക്കെ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ആൻഡ് ഞാനിത് നെക്സ്റ്റ് ഡേ ആണ് പോയിട്ട്. എൻ്റെ ബർത്ത്ഡേ ഡേ ആണ് രാവിലെ ബേബി കൊണ്ടുപോയത്. ബിക്കോസ് ഹി വാസ് വെരി അപ്സെറ്റ്. ആക്ച്വലി എന്നെക്കാളും അപ്സെറ്റ് ബേബി ആയിരുന്നു. ബിക്കോസ് എനിക്ക് ബർത്ത്ഡേക്ക് നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ പോയല്ലോ വ്ളോഗിൽ. അതിൽ എനിക്ക് ഡ്രസ്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ 12 o'clock സെലിബ്രേഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് പിങ്ക്. അതും ക്യൂട്ടാണ്, നല്ല ക്യൂട്ടുണ്ട്. ബേബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തേ. യു നോ വാട്ട്, അത് കിഡ്സ് സെക്ഷനിൽ നിന്നാണ് എടുത്ത് വന്നത്. വലിയ ആൾക്കാരുടെ സെക്ഷനിൽ നോക്കുമ്പോൾ ഒരു ഡ്രസ്സും എനിക്ക് കിട്ടിയില്ല വേണ്ടത്. ബിക്കോസ് എപ്പോഴും നമുക്ക് കുർത്തീസ് അങ്ങനത്തെ എത്നിക് വേഴ്സ് അല്ലേ എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം എനിക്ക് അങ്ങനത്തെ വേണ്ട ബേബിന്ന്. കുർത്തീസൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഗ്രാൻഡ്, സിമ്പിൾസ് അങ്ങനത്തെ വേണമുണ്ടായിരുന്നു. ലൈക്ക് ഗൗൺ ഒക്കെ. ബേബി ഒരു ഗൗൺ, നല്ല ഗൗൺ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ വേണമെന്ന് തോന്നി. ബിക്കോസ് ഐ ഹാവ് ലോട്ട്സ് ഓഫ് ഗൗൺസ്. ഇങ്ങനെ അത് സെലിബ്രേഷൻ ആകുമ്പോൾ ഒരു പ്രാവശ്യം ഇടും നമ്മൾ, പിന്നെ ഞാൻ അലമാരയിൽ വെക്കും. ലൈക്ക് ഇങ്ങനത്തെ ആകുമ്പോൾ എനിക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാമല്ലോ. അപ്പം ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് മോസ്റ്റ് പ്രിഫർ ചെയ്യാം. ആൻഡ് വേറെ എന്തോ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നല്ലോ, അത്ര ഉള്ളൂ. ആൻഡ് ഐ ഹാവ് ഗോട്ട് എ ബ്യൂട്ടിഫുൾ സാൻഡൽസ്. നല്ല ക്യൂട്ടാണ്, യെല്ലോ. ഐ തിങ്ക് ഞാൻ ആ ഷോപ്പിംഗ് വ്ളോഗിൽ, ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ ഷോപ്പിംഗ് അല്ല, എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടല്ലോ നമ്മൾ ഷോപ്പിംഗ് പോയത്. അതിലൊരു ഗോൾഡ് സാൻഡലും ഞാൻ വെയർ ചെയ്യുന്നത്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഒരു കാലിലൊന്ന്
ഇനി ഒരു കളി നിങ്ങളെല്ലാം വിചാരിച്ചിട്ടുണ്ടാവില്ലേ എനിക്ക് മിസ്സായി ഞാൻ ഇട്ടത്. അല്ല, ഞാൻ രണ്ടും ഇട്ട് നോക്കി, എനിക്ക് കൺഫ്യൂസ് ആയി ഏതെടുക്കണമെന്ന്. ബിക്കോസ് എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടായിരുന്നു. അതും നല്ലൊരു പാർട്ടി ടച്ച് ആയിരുന്നു, നല്ല സ്റ്റാൻഡേർഡ് ആയിരുന്നു ആ ചപ്പലും. ബട്ട് ഞാൻ ഐ തോട്ട് ഇതെടുക്കാം, തൽക്കാലം ഇതെടുക്കാം. ഇനി നെക്സ്റ്റ് നിങ്ങൾ ഇട്ടേക്ക് അതെടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇത് എനിക്ക് അതിനേക്കാൾ ഒരു 1% ജാസ്തി ഇത് ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇറ്റ്സ് ഗുഡ്. എൻ്റെ കാൽ വലുതാണ്, അപ്പൊ എനിക്ക് വലിയ സൈസ് വേണം. സോനുവിന്റെ ചപ്പലൊക്കെ എൻ്റെ പകുതി കാലിലേക്കും പോകില്ല. ഡൺ ഗൈസ്, ഇത്രേ ഉള്ളൂ ഈ ബർത്ത്ഡേക്ക്. ഐ മീൻ ഇത്ര മീൻസ് അൽഹംദുലില്ലാ, ഐ ആം ഹാപ്പി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഡ്രസ്സസ് ഒക്കെ. താങ്ക് യു ബേബി, താങ്ക് യു സോ മച്ച്. നീ പൊളിക്കുന്നുണ്ടല്ലേ അവിടെ ഫ്രണ്ട്സിന്റെ ഒപ്പം. അതൊക്കെ പോട്ടെ, ഇതൊക്കെ എൻ്റെ ബേബി എടുത്തു തന്നതാണ്. വേറെ ഗിഫ്റ്റ്സ് ഒന്നും ഇല്ല പ്രത്യേകിച്ച്. നിങ്ങളൊക്കെ പറയുന്നത് എന്താ, ഗിഫ്റ്റ്സ് ഒന്നുമില്ല. പിന്നെ എനിക്ക് 2 ഓൺലൈൻ ബൊട്ടിക് ആൾക്കാർ സൽവേഴ്സ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നൊരു പോസ്റ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് നമ്മളെ മമ്മനെ പോലെ ഉള്ള ആൻറ്റി അല്ല, അജിത് ആൻറ്റി പറയുമ്പോൾ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അജ്മലിന്റെ പെർഫ്യൂം ഷിഗോട്ട്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാതെ യൂസ് ചെയ്യുന്ന വേണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഓപ്പൺ പോലും ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് ആൻറ്റി, ലവ് യു. ആൻറ്റി ഇന്ന് രാവിലെ പോയി, ആൻറ്റിക്ക് എന്തോ പണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി അവർ ഇന്നലെ വന്നതാ. അവർക്ക് ഇങ്ങനെ വീട്ടിൽ പണിയൊക്കെ ഉണ്ടാവും, റഫീഖ് അങ്കിളിന് പണിയൊക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ദേ ഹാഡ് കെയിം, എനിക്ക് വേണ്ടി ഫ്രീ ആക്കിയിട്ട് വന്നു. ഷീസ് എ ബ്യൂട്ടിഫുൾ സോൾ ഗൈസ്, ഷീസ് എ ബ്യൂട്ടിഫുൾ സോൾ. അത്ര നല്ല മനസ്സാണ് അജിത് ആൻറ്റീനെ. നമുക്ക് ഞാൻ ഇത്ര ലോങ് ഇരിക്കണല്ലേ, മമ്മ അവരൊക്കെ മാംഗ്ലൂരിലാണ്, ഇത്ര ലോങ് ഇരിക്കണേ. ബട്ട് ആ ഒരു മിസ്സിങ് അജിത് ആൻറ്റി വരുമ്പോൾ പോവും നമുക്ക്. എനിക്കായാലും സോണിനായാലും ഫാമിലി ഒന്നും മിസ് ചെയ്യില്ല അജിത് ആൻറ്റി വരുമ്പോൾ. ലൈക്ക് ഫണ്ണായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്തായാലും അജിത് ആൻറ്റി അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റും നമുക്ക്. സോ വിൽ ബി ഹാപ്പി. ഒരു ഡേ ഇരുന്ന് പോയാലും നമുക്ക് ഹാപ്പി അജിത് ആൻറ്റി. എന്ത് ഫങ്ഷൻസ് നമ്മൾ വിളിക്കണമെന്നില്ല, എല്ലാ ഡേറ്റ്സും അറിയാം ആൻറ്റിക്ക്. ഇപ്പൊ ഇത് മുമ്പൊക്കെ സോനു പിള്ളേരവരൊക്കെ ആയിരുന്നു. ഞാൻ വന്ന് പിന്നെ എന്നെയും അങ്ങനെ സ്നേഹിക്കുന്നുണ്ട്, സോനുനെ എങ്ങനെ സ്നേഹിക്കുന്ന എന്നെയും അങ്ങനെ നോക്കുന്നുണ്ട് ആൻറ്റി. ടോപ്സ് ആക്ച്വലി ഈ ഗിഫ്റ്റ്സ് അല്ല, ലാസ്റ്റ് വീക്ക് അല്ല, ബിഫോർ 2 weeks ആൻറ്റി വന്നായിരുന്നു മമ്മ ഒക്കെ ഇരുന്ന ടൈമിൽ. അപ്പൊ വരുമ്പോഴും എനിക്കും സോനുനും ടോപ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് യു നോ വാട്ട്, എന്റെ മമ്മക്കും ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഗിഫ്റ്റ് ചെയ്യും, അത് ഇത് ചെയ്യും കൊണ്ടിട്ടല്ല ഞാൻ പറയണേ ഷീസ് എ ബ്യൂട്ടിഫുൾ സോൾ എന്ന്. ആക്ച്വലി ഞാൻ എല്ലാരും പറയൂല ഗൈസ്, എനിക്ക് അത്രക്ക് അടുക്കണം, എനിക്ക് അത്രക്ക് ഫീൽ ചെയ്യണം. യാ, ഷീസ് വെരി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. ആൻഡ് ദിസ് ഈസ് ജിയാന അജ്മൽ. സ്മെൽ നോക്കട്ടെ, ഇപ്പോഴാണ് ഞാൻ ഓപ്പൺ ചെയ്യണം. വാവ്, pretty bottle yaar. സ്മെൽ നോക്കട്ടെ. അടിപൊളി അടിപൊളി. ഇറ്റ്സ് ലൈക്ക് കാം സ്മെൽ. ഭയങ്കര കുത്തൽ എനിക്ക് ഇഷ്ടമല്ല. ഐ ലവ് പെർഫ്യൂംസ്, പക്ഷെ എനിക്ക് ഭയങ്കര കുത്തലൊക്കെ ഇഷ്ടമല്ല. എനിക്ക് കാമായി മൈൽഡ് സ്മെല്ലാണ് ഭയങ്കര ഇഷ്ടം. ഇറ്റ്സ് വെരി മൈൽഡ്. ബേബി ഇത് നിങ്ങൾക്ക് ഞാൻ തരൂല. എല്ലാം എന്റെ പെർഫ്യൂം കാലിയാക്കൂ. ഞാൻ എന്തൊക്കെ അത്രക്ക് പ്രാന്താണ് എനിക്ക് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ. ബട്ട് സ്റ്റിൽ ഞാൻ പിശുക്കി യൂസ് ചെയ്യും. അത് പെട്ടെന്ന് തീരുന്നു. ബേബി ഇതിൽ പെർഫ്യൂംസിലൊക്കെ കുളിക്കണാണ്, അറിയോ? വെരി നൈസ്. വാവ്, അടിപൊളി അടിപൊളി. യെസ് ഗൈസ്, ഇതാണ് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ഒക്കെ. അപ്പോ ഐ ഹോപ്പ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ആൻഡ് ബേബിന്റെ ചാനലിൽ കുറെ എന്റർടൈനിങ് വീഡിയോസ് ഒക്കെ വരും ബാംഗ്ലൂർ ട്രിപ്പിൽ.
എനിക്കറിയില്ല ഈ 3 ഡേയ്സിൽ ബേബി വരുവോ അല്ലെങ്കിൽ 1 മാസമൊക്കെ ഇവർ എടുക്കുമോന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 ഡേയ്സ് ആയിട്ട് വന്നില്ലെങ്കിൽ ഞാൻ സോനൊക്കെ എവിടെയെങ്കിലും പോ ബേബി, ഇവിടെ എത്തിരിക്കണം 3 ഡേയ്സിൽ എന്ന്. ആൻഡ് യാ ഇറ്റ്സ് റിയലി ബോറിങ്. ബേബി ഇല്ലാതെ എന്തോ ഒരു മേജർ മിസ്സിങ് ആണ് ഇവിടെ. ബിക്കോസ് എവറി ടൈം ഹിൽ എന്റർടൈൻ ആസ് ലൈക്ക് ഫൺ ചെയ്തോണ്ടിരിക്കും, വെറുതെ കളിയാക്കും. ഞാനെന്നല്ല സോനെന്നല്ല പിള്ളേരെന്നല്ല, ഹി ഡോണ്ട് തിങ്ക് വിഷമിക്കോ അവർ അങ്ങനെ ഇങ്ങനെ ഒന്നുമല്ല, വെറുതെ ഫൺ ചെയ്തോണ്ടിരിക്കും. നമുക്കിപ്പോ ശീലായി. ലൈക്ക് ബേബി എന്ത് ഫൺ ചെയ്താലും നമുക്ക് വിഷമാവൂല ആർക്കും, നമുക്കത് ശീലമായി പോയി. ബേബി ഇങ്ങനെയാണ് എവറി ടൈം എല്ലാത്തിലും. അതേ ശീലമാണ് ഗൈസ് ഇപ്പൊ സൈഗിന് കിട്ടിയത്. അവനും കളിയാക്കും, എല്ലാം ഇങ്ങനെ ഫൺ ചെയ്തോണ്ടിരിക്കും. മിസ് യു ബേബി, കം സൂൺ, വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. ആൻഡ് സെയിം ടൈം അറ്റ് ദ സെയിം ടൈം നിങ്ങൾ എൻജോയ് ചെയ്യും ഫ്രണ്ട്സിൻ്റെ അടുത്ത്. പിന്നെ ബിസിനസ് ആവശ്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ട് വരും. ആൻഡ് ഗൈസ് ലവ് യു ഓൾ. നിങ്ങൾ എല്ലാവരും വിഷ് എനിക്ക് കിട്ടിയായിരുന്നു. താങ്ക്സ് എ ലോട്ട്. എൻ്റെ ഡേ നിങ്ങളെ വിഷ് കൊണ്ട് നല്ല സ്പെഷ്യൽ ആയിരുന്നു. ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ അത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിന് അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം ഗൈസ്. അണ്ടിൽ ദെൻ